ഹായ്, ഹസീസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്, പഞ്ചസാര അര കപ്പ്, കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ, മിൽക്ക് മെയ്ഡ് 2 ടേബിൾ സ്പൂൺ, കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ, ഫ്രഷ് ക്രീം 1 കപ്പ്. ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ 1 കപ്പ് പാലെടുത്തിരുന്ന് 1/4 കപ്പ് അതിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. 1 കപ്പ് പാലിൽ നമുക്ക് 1/4 കപ്പ് അളന്നെടുക്കാം. കോൺഫ്ലവറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള പാലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് പാലൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇനി ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഗ്യാസ് ഒന്ന് സ്ലോ ആക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അര കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര അലിയുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ വിസ്ക് ഉപയോഗിച്ചാണ് ഇളക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഇല്ലെങ്കിൽ കയ്യിൽ ഉപയോഗിച്ച് ഇളക്കിയാലും മതി. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കോൺഫ്ലവറും പാലും കൂടി നേരത്തെ കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/4 കപ്പ് പാലുമാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറഞ്ഞ തീയിലിട്ട് നമുക്കൊന്ന് തിക്കാക്കി എടുക്കണം. ഈ മിശ്രിതം കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ശ്രമിക്കുക. തീ അതേപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടിഭാഗം കട്ട പിടിച്ചു പോവും. കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിക്കായി വന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവറും പാലും ചേർത്ത സമയത്ത് അതിലേക്ക് തന്നെ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാൻ സാധാരണയായിട്ട് കൊക്കോ പൗഡർ പാലും സെപ്പറേറ്റ് ആയിട്ടാണ് മിക്സ് ചെയ്യാറ്. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി നേരത്തെ തയ്യാറാക്കി വെച്ച പാലിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. പാല് നന്നായിട്ട് തണുത്ത ശേഷമാണ് ഞാൻ കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശേരി നമുക്ക് കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്കിനി ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വിസ്ക് ആകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും കയ്യിൽ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നേക്കാളും. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഈസി തന്നെ ഈ ചോക്ലേറ്റ് ഐസ്ക്രീം വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമുക്കിനി കവർ ചെയ്തിട്ട് ഫ്രീസറിൽ 1 മണിക്കൂർ വെക്കണം. 1 മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തെടുത്തു. നമുക്കിനി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു മിക്സിൻ്റെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഐസ്ക്രീമിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം.
ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിന് അതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രീസറിൽ ഒരു 5-8 മണിക്കൂർ തണുക്കാൻ വേണ്ടി വെക്കണം. ഞാൻ റാപ്പ് കൊണ്ട് നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഫ്രീസറിൽ വയ്ക്കാം. അടച്ചു വെച്ച് നമുക്കിനി ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഒരു ദിവസം മുഴുവൻ വെച്ചിട്ടുണ്ട് ഇത്. അതിനുശേഷം പുറത്തെടുത്ത് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം ഐസ്ക്രീം. സ്കൂപ്പി ഉപയോഗിച്ച് നമുക്ക് എടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.